ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, നമ്മുടെ ചാനലിൽ കുറേ പേര് വന്ന് പൂജകളും പ്രാർത്ഥനകളും ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണ് കൂടുതലും ചോദിക്കുന്നത്. ലോട്ടറി അടിക്കാനായിട്ട് എന്തെങ്കിലും മന്ത്രങ്ങളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ് പങ്കുവയ്ക്കുന്നത്. ഇത് അതായത് ഇംഗ്ലീഷ് ചാനൽസിലൊക്കെ വളരെയധികം വിപുലമായിട്ടുള്ള ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ മാനിഫെസ്റ്റേഷൻസൊക്കെ കൂടുതലായിട്ടും കണ്ടുപിടിച്ചിരിക്കുന്നത് ഇംഗ്ലീഷുകാരാണ് എന്നുള്ള കാര്യം. നമ്മുടെ സാധാരണ മന്ത്രങ്ങൾ പോലെ തന്നെ ഇംഗ്ലീഷിലുള്ള അവരുടെ മന്ത്രങ്ങൾ എന്ന് തന്നെ പറയാം ഈ ഒരു സ്വിച്ച് വേർഡ്സിനെ പറ്റി. ഈ ഒരു സ്വിച്ച് വേർഡ്സ് വിശ്വാസപൂർവ്വം നമ്മൾ ചാൻറ്റ് ചെയ്തുകൊണ്ട് ലോട്ടറി എടുത്താൽ തീർച്ചയായും അത് അടിച്ചിരിക്കും. ഇനിയിപ്പം ഉടനെ വരാൻ പോകുന്നത് ഓണം ബമ്പറാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, വീക്ക്ലിയുള്ള ലോട്ടറിയൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് നിങ്ങൾക്ക് വിശ്വാസപൂർവ്വം അത് അടിച്ചു എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേർഡ്സ് ചൊല്ലിക്കൊണ്ടേ ഇരിക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ആ ഒരു വിശ്വാസമുണ്ടായിരിക്കണം. അതായത് ആ ലോട്ടറി എനിക്ക് അടിച്ചിരിക്കും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇത് ചൊല്ലിയാൽ തീർച്ചയായും നമുക്ക് ഫലം കിട്ടുക തന്നെ ചെയ്തിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് 2 സ്വിച്ച് വേർഡ്സാണ്. ഈ 2 സ്വിച്ച് വേർഡ്സിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഈ പറയുന്ന സ്വിച്ച് വേർഡ്സ് രണ്ടും ഇത് കംപ്ലീറ്റ്ലി ക്യാപിറ്റൽ ലെറ്ററിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ എഴുതുക. അതിനുശേഷം ഈ രണ്ടിലും നിങ്ങൾ മാറി മാറി നോക്കിയിട്ട് ഏത് സ്വിച്ച് വേർഡിനോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ കൂടുതൽ തോന്നുന്നത് ആ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ തിരഞ്ഞെടുത്ത് ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങുക. ഞാൻ പറഞ്ഞു, ഇന്ന് വരെ ലോട്ടറി എടുക്കാത്ത വ്യക്തികൾ പോലും ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. പരീക്ഷിച്ചു നോക്കുമ്പോൾ തീർച്ചയായും മനസ്സിൽ വിശ്വാസം വേണം. ഈ 2 സ്വിച്ച് വേർഡിനും ഒരുപോലെ നമുക്ക് 100% ഫലം തരുന്നതാണ്. പക്ഷേ നമ്മൾ മനുഷ്യർക്ക് ചിലപ്പം ഒരേ രീതിയിലുള്ള, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2 റോസാപ്പൂക്കൾ ഒന്നിച്ച് കണ്ടാലും ഒന്നിനോട് നമുക്ക് പെട്ടെന്നൊരു കൗതുകം തോന്നും, ഒരിഷ്ടം തോന്നും. അതിനെ നമ്മളൊന്ന് പോയി തൊടും, അല്ലെങ്കിൽ ഒന്ന് മണത്ത് നോക്കുമെങ്കിലും ചെയ്യും. അതേപോലെ തന്നെയാണ് ഈ 2 സ്വിച്ച് വേർഡ്. ഈ 2 സ്വിച്ച് വേർഡും നിങ്ങൾ എഴുതി നോക്കുക. നിങ്ങൾക്ക് ചൊല്ലണമെന്ന് തോന്നുന്ന, നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നുന്ന സ്വിച്ച് വേർഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇന്ന് മുതൽ അത് ചൊല്ലിത്തുടങ്ങുക. ഇപ്പം ഞങ്ങൾ ലോട്ടറി എടുത്തിട്ടില്ല എന്ന് പറയുന്നവർക്ക് നിങ്ങൾക്കിത് ചൊല്ലാം. നിങ്ങൾ ഏത് ലോട്ടറി എടുക്കണമെന്ന് ആദ്യം മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് ചൊല്ലിത്തുടങ്ങുക. നിങ്ങൾ എന്ന് പുറത്ത് പോകുന്നു അന്നൊരു ലോട്ടറി എടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നോ നാളെയോ പോയൊരു ലോട്ടറി എടുക്കുക. എടുത്തതിന് ശേഷം അതിൽ എത്ര രൂപ നിങ്ങൾക്ക് അടിക്കണം. ഇപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് അടിക്കണമെന്നായിരിക്കും ആഗ്രഹം. പക്ഷേ ഒരാൾക്കേ ഫസ്റ്റ് പ്രൈസ് അടിക്കുകയുള്ളൂ. എന്നാൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ എത്ര രൂപയാണോ ആവശ്യം ആ ഒരു തുക ലോട്ടറി അടിച്ച് കിട്ടി എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്. ഇത് എത്ര തവണ ഒരു ദിവസം ചൊല്ലണം എന്നുള്ള നിബന്ധനകളൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞതൊരു 45 തവണ ചൊല്ലിയാൽ മതി. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി കിടക്കുന്നോടം വരെ ഒരു ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾക്കിത് ചൊല്ലിക്കൊണ്ടേയിരിക്കാവോ ചൊല്ലണം. എഴുതണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ അടുക്കളയിലോ ബെഡ്റൂമിലോ എവിടെയാണെങ്കിലും കാണുന്നത് പോലെ നിങ്ങളിത് എഴുതി ഒട്ടിച്ച് വെക്കുക. ഇപ്പം കൂടുതൽ സമയം രാവിലെ സ്ത്രീകൾ ഒരു മണിക്കൂറൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് കബോർഡിൻ്റെ അടുത്തായിട്ട് ഇത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടിന്യൂസ്ലി ചൊല്ലിക്കൊണ്ടേ പാചകം ചെയ്യാം. എന്നിട്ട് നമ്മളിത് മനസ്സിൽ കാണുകയും കൂടി വേണം. ആ ഒരു ലോട്ടറി നമുക്ക് അടിക്കുന്നത്, ആ ലോട്ടറി എടുക്കുന്ന സമയം മുതൽ അതിൻ്റെ ആ വിന്നേഴ്സിനെ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ലോട്ടറിയിലെ നമ്പർ പറയുന്നതും നമ്മളത് ബാങ്കിൽ കൊണ്ട് കൊടുക്കുന്നതും നമുക്ക് പൈസ കിട്ടുന്നതും നമ്മുടെ വീട്ടിലുള്ളവരുടെ സന്തോഷവും ഒക്കെ നമുക്ക് മനസ്സിൽ കാണാം. ഇതൊന്നും അങ്ങനെ ചെയ്യണമെന്ന് ഇവിടെ നിർബന്ധമില്ല. പക്ഷെ നമ്മളത് കംപ്ലീറ്റ്ലി അത് ചിന്തിച്ച് കൂട്ടുക എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ പറയേണ്ടുന്ന ആ 2 സ്വിച്ച് വേർഡ്, അതിൽ ആദ്യത്തെ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് സ്പീഡ് വുൾഫ്
ബ്രിങ് ജാക്ക്പോട്ട് യെസ്. ഇതാണ് സ്പീഡ്, വുൾഫ്, ബ്രിങ് ജാക്ക്പോട്ട് യെസ്. ഇതിലെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. നിങ്ങൾ ബുക്കിൽ എഴുതുമ്പോൾ ഇതുപോലെ തന്നെ എഴുതണം. സ്പീഡ്, വുൾഫ്, ബ്രിങ് ജാക്ക്പോട്ട് യെസ്. ഈ ഒരു സ്വിച്ച് വേർഡ് നമ്മളിപ്പോൾ ഒരു ലോട്ടറി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോട്ടറിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എമൗണ്ട് അത് നമ്മിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു തരും. അപ്പം നിങ്ങൾ ഇന്ന് മുതൽ ഈ ഒരു ഓണം ബമ്പർ എടുക്കുന്നെങ്കിൽ ഓണം ബമ്പർ എന്നാണോ അതിൻ്റെ ആ ഒരു നറുക്കെടുപ്പ് നടത്തുന്നത് ആ ദിവസം വരെ ഇത് മനസ്സിലോർത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ഏത് ലോട്ടറിയാണോ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നതിൽ എടുക്കുന്നത് അത് എടുത്തിട്ട് ചൊല്ലുക. ഇനി രണ്ടാമത്തെ സ്വിച്ച് വേർഡ് ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് യെസ്. ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് യെസ്. ഈ രണ്ട് സ്വിച്ച് വേർഡ്സും ഞാൻ ഒന്നിച്ചിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതൊന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പേപ്പറിൽ എഴുതി. നിങ്ങൾ രണ്ടും ഒന്നിച്ച് എഴുതരുത്. നിങ്ങളിതിൽ സെലക്ട് ചെയ്യുന്ന സ്വിച്ച് വേർഡ് ഏതാണോ ആ ഒരു സ്വിച്ച് വേർഡ് എഴുതിയെടുത്തിട്ട് എല്ലാ ദിവസവും ചൊല്ലുക. നമുക്ക് ബെഡ്റൂമിൽ നമുക്കിത് ഒട്ടിച്ച് വെക്കാം. ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപും അത് നോക്കി ചൊല്ലി നമ്മുടെ ആ ഒരു മനസ്സിൽ നമുക്ക് ലോട്ടറി അടിക്കുന്നത് ഓർത്തുകൊണ്ട് നമുക്ക് ഉറങ്ങാം. അത് രാവിലെ നമ്മൾ കണ്ണ് തുറക്കുമ്പോഴും നമ്മൾ ആ ഒരു സ്വിച്ച് വേർഡ് കാണും. അപ്പോൾ വീണ്ടും നമ്മളൊരു 5 മിനിറ്റ് കിടക്കയിലിരുന്നത് ചൊല്ലിയിട്ട് നമുക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനങ്ങനെ ഇന്ന സമയമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്ന സമയത്തൊക്കെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴൊക്കെ ഈ ഒരു സ്വിച്ച് വേർഡ്സ് തോന്നുന്നുണ്ടോ അപ്പോഴൊക്കെ ചൊല്ലുക. സ്പീഡ്, വുൾഫ്, ബ്രിങ് ജാക്ക്പോട്ട് യെസ്. സ്പീഡ്, വുൾഫ്, ബ്രിങ് ജാക്ക്പോട്ട് യെസ്. അങ്ങനെ ഈസിലി ആയിട്ട് വളരെ സ്പീഡിൽ തന്നെ പറയാം. അല്ലാണ്ട് മന്ത്രങ്ങൾ ചൊല്ലുന്നത് പോലെ നമ്മൾ വളരെ പതിയെ അങ്ങനെ ചൊല്ലണം എന്നൊന്നുമില്ല. ഇത് സ്വിച്ച് വേർഡാണ്. നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് പറഞ്ഞു നോക്കാം. അതുപോലെ ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് യെസ്. ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് യെസ്. ഇതും നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇത് ലോട്ടറിക്ക് മാത്രമല്ല, ചിട്ടികളൊക്കെ കൂടുന്നവരുണ്ടായിരിക്കുമല്ലോ നാട്ടിൽ. ആ ചിട്ടി നിങ്ങൾക്ക് അടിക്കണം, നറുക്ക് വീഴണം, കുറി വീഴണമെന്നൊക്കെ ഉള്ളവർക്കും ഇത് ചൊല്ലി തുടങ്ങാവുന്നതാണ്. അല്ലാണ്ട് ലോട്ടറി എന്നുള്ളതിനെ മാത്രമല്ല, നിങ്ങൾക്ക് ചിട്ടിക്ക് ഒരു ലോൺ സാങ്ഷൻ ആകണമെന്നുണ്ടെങ്കിൽ അതിന്, ലോട്ടറിക്ക്, അതേപോലെ നമ്മൾ ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ടാകും. നമ്മൾ കൂപ്പൺ എടുത്തിട്ട് അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ടാകും. അപ്പം അതൊക്കെ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാരായിരുന്നാലും അവർക്കെല്ലാം ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്. വളരെ പെട്ടെന്ന് സഡനായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലി നോക്കണം. ഞാൻ പറഞ്ഞുവല്ലോ, തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു ഫലമായിരിക്കും ഇതിന് നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാവരും ചൊല്ലണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.